ഇന്നേ നമുക്കൊരു ഏളമ്പക്ക മസാല എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ. നമ്മളെ കണ്ണൂരെ ഇതിന് ഏളമ്പക്ക എന്ന് പറയും, ചിലവരെ ഇതിന് കക്കർച്ചി എന്നൊക്കെ പറയേ. ഫസ്റ്റ് ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക, അതിലേക്ക് വെല്ലുള്ളി ഇടുക, പിന്നെ നമ്മൾ കറിവേപ്പില ഇടുക. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കാര്യം. ഇത് നല്ലോണം അങ്ങോട്ട് വഴട്ടി ഒരു പരിവാകുമ്പോൾ നമുക്ക് നമ്മൾ തക്കാളി ഇടുക, അതും നല്ലോണം വഴട്ടുക. എന്നിട്ടാണ് നമ്മുടെ പൊടികളൊക്കെ ഇടാൻ തുടങ്ങുന്നത്. നമ്മൾ പൊടികളായിട്ടേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെ. ഇനി ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് പൊടികൾ. ഇതിട്ട് നമ്മളിങ്ങനെ വഴറ്റി തന്നെ, എന്നിട്ട് പച്ചമണം മാറണ വരെ ഇങ്ങനെ വഴറ്റുക. ഇനി നമുക്കേ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, അതായത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. അത് ഒഴിച്ച് നല്ലവണ്ണം തിളക്കണം. അത് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അയ്യോ, നമ്മൾ നേരത്തെ തുപ്പില്ല, അത് ഇപ്പാട്ടോ ഇട്ടത്. ഇനി നമുക്ക് മൂടി വെക്കുക. മൂടി വെച്ച് തിള വരുന്ന വരെ നമുക്കിങ്ങനെ മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ താരം, അതായത് കക്കയിറച്ചി, ആ വെള്ളമില്ലേ, അത് അതിൽ നിന്ന് തന്നെ വന്ന വെള്ളം കേട്ടോ. ആ വെള്ളത്തോടു കൂടി തന്നെ ഇടുക. ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഇത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് എന്നിട്ട് അങ്ങ് തിളപ്പിക്കുക തന്നെ. അതുതന്നെ പരിപാടി. ഇനി ഇതിൻ്റെ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, കുറച്ച് ഗ്രേവി കൂടുതലുള്ളവർക്ക് വെള്ളം കുറച്ചും കൂടി വെക്കാം, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം. അങ്ങനെ ഇങ്ങനെ തിളക്കങ്ങട്ട് ഇങ്ങനെ കൊതി വരുന്നില്ലേ? എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് അതിനെ വേവിക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ഈ ഒരു സ്റ്റേജിലാട്ടോ എടുക്കുക. ഇനി ലാസ്റ്റത്തെ പരിപാടിയാണ്, ആ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഇങ്ങനെ ചുറ്റിക്കും. സംഭവം റെഡി. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതും കൂടി സൈഡ് ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം? വേറെ ഒന്നും വേണ്ട. പക്ഷേ എനിക്കിഷ്ടം പൊറോട്ടേൻ്റെ കൂടെ കേട്ടോ, ഉള്ള പറയാലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.